മങ്കാഡെങ്ക അവിടെ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? ഇയാൾ ബല്ലായുടെ A1 ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇയാൾ ഒരു നമ്പർ 1 ഡിറ്റക്റ്റീവാണ്. നമ്മൾ ഇയാളെ കിഡ്നാപ്പ് ചെയ്യുകയാണെങ്കിൽ വല്ല ഇയാളെ രക്ഷിക്കാൻ 1-2 കോടി രൂപ മുടക്കിയെന്ന് വരും. അത് ഉറപ്പാണ്. നിന്റെ ഉദ്ദേശം നന്നായിരിക്കുന്നു ചങ്ക. പക്ഷെ ഒരു രഹസ്യാന്വേഷകനെ പിടിച്ചിട്ട് അത് നമുക്ക് 8ന്റെ പണി ഉണ്ടാക്കരുത്. എടാ പൊട്ടാ, ചങ്ക പറയുന്നതിൽ കാര്യമുണ്ടെന്നേ ഞാൻ പറയൂ. മാത്രമല്ല നമ്മുടെ ഈ ഗുണ്ടായുസത്തിൽ കൂടുതൽ സ്കോപ്പൊന്നും പ്രതീക്ഷിക്കാനുമില്ല. അതൊക്കെ ശരി. ഇങ്ങടുത്തു വന്ന എന്റെ പ്ലാൻ ഒന്ന് കേൾക്ക. ഇത് ഉഗ്രം തന്നെ പങ്ക. എന്റെ അനന്തരവാ, രാവിലത്തെ ഈ തണുത്ത ശുദ്ധമായ കാറ്റിൽ ഇങ്ങനെ ജോഗിങ് ചെയ്യുമ്പോ ഒരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ടല്ലേ? ഹായ് ടൺ 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 ഹായ് ഹായ്. സാർ, നിങ്ങൾ എത്ര നന്നായിട്ടാ ജോഗിങ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഹസ്ബൻഡിനെ പോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ജോഗിങ് ചെയ്യുന്ന ആളാണ്. എന്നേക്കാൾ ഫാസ്റ്റായി അങ്ങേർക്ക് ഓടാൻ കഴിയില്ല. അല്ല എന്റെ സാറേ, ഈ ആമകൾ ഓടാറുണ്ടല്ലോ, നമുക്കൊരു റേസ് നടത്തി നോക്കിയാലോ? അതിനെന്താ, റേസ് നടത്താമല്ലോ. ആരാണ് ആമയെന്നും ആരാണ് മുയലെന്നും നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ. അയ്യോ, അതങ്ങ് വിട്ടേക്ക് മാമ. ബോഡി ഫിറ്റ് ആവാനല്ലേ ജോഗിങ് ചെയ്യുന്നേ, അല്ലാതെ മെഡൽ വാങ്ങിക്കാനല്ലോ. അത് പറ്റില്ല അനന്തരവാ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എങ്കി വാ സാറേ, നമുക്കൊരു റേസ് നടത്താം. ഈ ഗാർഡന് ചുറ്റും ഒരു റൗണ്ട് ഓടിയാൽ മതി. ആരാ ഫസ്റ്റ് വരുന്നെന്ന് നമുക്ക് നോക്കാം. എടാ അനന്തരവാ, നീ ഒന്ന് സ്റ്റാർട്ട് പറഞ്ഞേ. ഓക്കേ അമ്മാവ, റെഡി സ്റ്റഡി ആൻഡ് ഗോ. അയ്യോ എന്റെ കൊഞ്ഞ്. എടുത്തല്ലേ വല്ല. അമ്മാവൻ ഞങ്ങളുടെ തടവിലാണിപ്പോൾ. 1 കോടി തന്നാൽ ആളെ തിരിച്ചു തരാം. അല്ലെങ്കിൽ ഈ അമ്മാവന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഏജൻസിയും ഇല്ലാതാക്കും ഞങ്ങൾ. മനസ്സിലായോ? ഞാനെല്ലാം അറിഞ്ഞു കൊച്ചേർക്ക. അമ്മാവനെ ആരോ തട്ടിക്കൊണ്ടുപോയല്ലേ. അവരെ എന്റെ കയ്യിൽ കിട്ടട്ടെ. ജീവിതകാലം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ അവൻ ഞാൻ ചവിട്ടാൻ പോന്നു. പ്രൈമിനെ മോട്ടോർ കാറാക്കി കൺവേർട്ട് ചെയ്യാൻ അറിയുന്ന ഏതെങ്കിലും മെക്കാനിക്കിന് വേടത്തിന് അറിയോ? അവിടുന്ന് നമുക്ക് ആ കുറ്റവാളികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കും. ഒരു മെക്കാനിക് ഉണ്ട് കേട്ടാ.
ശ്രദ്ധിച്ചു കേൾക്ക്. ഒരിക്കലേ ഞാൻ ചോദിക്കൂ, നന്നായി ആലോചിച്ച് ഉത്തരം പറയണം, കേട്ടല്ലോ? പ്രൈമിനെ മോട്ടോർ കാറാക്കി മാറ്റി കൊണ്ടുപോയത് ആരാണെന്ന് പറയടോ. എന്ത് പ്രൈം, എന്ത് മോട്ടോർ കാർ? എനിക്കൊന്നും അറിയാൻ പാടില്ല മാഡം. എടാ ധിക്കാരി, കൂടുതൽ നിഷ്കളങ്കതയൊന്നും എന്നോട് വേണ്ട, വേഗം ഉത്തരം പറഞ്ഞു. പ്ലീസ് വേഗം പറയൂ, ഇനിയും താമസിച്ച പ്രശ്നമാവും. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, പക്ഷെ ഞാനൊന്നും പറയില്ല, ഒരിക്കലും പറയില്ല ഞാൻ. രംഗാന്ന് പേരുള്ള ഒരു കള്ളന് വേണ്ടി ഉണ്ടാക്കിയതാ ഞാൻ. അയാള് ഫണ്ടൂസ് നഗറിന് വെളിയിലുള്ള ഒരു ഫാക്ടറിയിലാ താമസിക്കുന്നത്. അപ്പൊ ചവിട്ടുകൊള്ളാതെ നിന്റെ തിരുവാ മൊഴിയില്ല അല്ലേ? വാനന്ദ്ര വാ, പോവാം. സംഭാവന തരണേ, സംഭാവന തരണേ. അതെന്താ കൊച്ചേർക്ക, ഈ ബല്ല എന്തിനാ ഇങ്ങനെ പിരിവെടുക്കുന്നേ? അയ്യോ, സോറി ബല്ല സാറേ, ഞാൻ ഇപ്പോഴാ ഈ ബർഗർ വാങ്ങിച്ചത്. അത് സാരമില്ല, ബർഗർ തന്നാലും മതി. ഇത് കഴിച്ച് ഞാൻ ഇന്ന് ലഞ്ചിന്റെ കാശ് ലാഭിച്ചോളാം, അതും ഈ ഫണ്ടിലേക്ക് ചേർത്തോളാം. ബെല്ലാങ്കിൾ, അങ്കിൾ എന്തായി ചെയ്യുന്നത്? നമ്മൾ അവർക്ക് 1 രൂപ പോലും കൊടുക്കില്ല. നമ്മൾ അമ്മാവനെ രക്ഷിക്കും, കൂടാതെ അവരെ പിടിച്ച് ജയിലിലിടുകയും ചെയ്യും. പക്ഷേ ഇതെങ്ങനെ സാധിക്കുമെന്ന് പറയേ. അവര് ഭയങ്കര തന്ത്രശാലികളാ, അതുകൊണ്ട് നമ്മളും ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. നമ്മൾ അവരുടെ അടുത്ത് എത്തിയാലും അവര് നമ്മളെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മാവന് ആപത്ത് വരും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പോലീസ് മാഡം, ഈ പ്രൈം ഞാൻ കോജി കൊണ്ട് ഉണ്ടാക്കിച്ചതാ. അവരെ പോലെ തന്നെ നമുക്കും ചില നാടകങ്ങൾ കളിക്കാം. റെഡിയാണോ? എന്റെ പൊന്നു മോനല്ലേ, ഇങ്ങനെ കരയരുത്. കരയാതിരിക്കും മോനെ. എന്താ, ആരാ നിങ്ങള്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോകാൻ നോക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ ഈ വഴി പോവുകയായിരുന്നു, അപ്പോഴാ കുഞ്ഞിന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാ കുറച്ച് വെള്ളം ചോദിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് വെള്ളമൊന്നും കിട്ടാൻ പോകുന്നില്ല, വേഗം സ്ഥലം വിടാൻ നോക്ക്. നിങ്ങൾ എന്ത് മനുഷ്യരാ, ഒരു ഗ്ലാസ് വെള്ളം തരാനും പറ്റില്ലേ? ഇത് കണ്ടില്ലേ കുഞ്ഞു കരയുന്നത്? ശരി, ഞാൻ എടുത്ത് തരാന്നേ. ഇവിടെ തന്നെ നിൽക്കോ. നിങ്ങളുടെ കുട്ടി എവിടെയാണോ? വെള്ളം കൊണ്ടുവരാൻ ഇത്രയും താമസിച്ചതെന്താ? എന്റെ കുഞ്ഞ് തന്നെ വെള്ളം എടുക്കാൻ പോയെന്നാ തോന്നുന്നത്. പിടിക്കാവനെ. എന്തെങ്കിലും ചെയ്യണോ? ഇവനെ ഒന്ന് തടയാൻ നോക്ക്. മാമാ, ഒന്നും പറ്റില്ലല്ലോ. ഹൈ, എന്റെ അനന്തരവും കൂടെയുള്ളപ്പോ ഈ അമ്മാവന് എന്ത് സംഭവിക്കാനാ? എട കള്ള തിരുമാലികളെ, നിങ്ങൾ മനുഷ്യരെ തട്ടിക്കൊണ്ട് പോവല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. ഓടി രക്ഷപ്പെട്ടോടാ. എന്റെ അമ്മയ്ക്ക്
നോക്കി, ഇവന്റെ പ്രൈം പറക്കുന്നത് കണ്ടില്ലേ? എടാ മക്കളെ, നിന്റെ ഈ പ്രൈം എവിടെയാ ഉണ്ടാക്കിയത്? അഡ്രസ് ഒന്ന് പറയാമോ? ഞാനും ഇനി ഒരെണ്ണം അവിടെ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ആദ്യം നിങ്ങൾ സ്വയം സറണ്ടർ ആവാൻ നോക്ക്, പിന്നെ എല്ലാം പറഞ്ഞു തരാം. ആ. ഞങ്ങളോട് ഉടക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊലകമ്പനിയും മുട്ടുകുത്തിക്കും, ഈ മാമനും പിന്നെ ആനന്ദരവനും. ഹാൻഡ്സപ്പ് ഡങ്ക, ഇനി നിന്റെ കൂട്ടുകാരെയും കൂട്ടി ജയിലിൽ ചെന്ന് പ്രൈം ഓടിച്ച് കളിച്ചോ, കേട്ടല്ലോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതെ, പെർഫെക്റ്റ്. ഓക്കേ.